നമസ്കാരം, ഞാൻ ഗീതാ ദേവനാഥ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ പരീക്ഷിത് രാജാവും സപ്താഹവും. പരീക്ഷിത് രാജാവും സപ്താഹവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് കഥയിലൂടെ മനസ്സിലാക്കാം. പരീക്ഷിത് രാജാവ് ആരാണ്? അദ്ദേഹം കുരു വംശശ്രേഷ്ഠനായിരുന്നു. പാണ്ഡവരിൽ ശ്രേഷ്ഠനായ അർജുനൻ്റെ ചെറുമകനാണ്. അതുപോലെ അഭിമന്യുവിൻ്റെ പുത്രനാണ് അദ്ദേഹം. ഹസ്തിനപുരയിലെ ചക്രവർത്തിയായിരുന്നു ഈ പരീക്ഷിത്ത്. ഇനി സപ്താഹം എന്താണ്? അതും കൂടി മനസ്സിലാക്കാം. ഭഗവാൻ വിഷ്ണുവിൻ്റെ കഥകൾ, അവതാരലീലകളാണല്ലോ ഭാഗവതത്തിൽ. ആ കഥകൾ 7 ദിവസം കൊണ്ട് വായിക്കുന്ന രീതിക്കാണ് സപ്താഹം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു സ്തുതി ആവാം. വിഘ്നേശ്വര. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇനി കഥയിലേക്ക് കടക്കാം. പണ്ട് പരീക്ഷിത് എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തെ അകമ്പടി സേവിച്ച് ധാരാളം പേർ പോയിരുന്നു. കാട് വിറയ്ക്കുമാറ് അദ്ദേഹം ഇങ്ങനെ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളൊക്കെ പേടിച്ചിങ്ങനെ ഓടുകയാണ് പരീക്ഷിത്തിൻ്റെ വരവ് കണ്ടിട്ട് തന്നെ. അങ്ങനെ മൃഗങ്ങളെ പിന്തുടർന്ന് അദ്ദേഹം കുറേ ദൂരം അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ തൻ്റെ അകമ്പടി സേവകരിൽ നിന്നും ഒറ്റപ്പെടുകയാണ്. അദ്ദേഹം ക്ഷീണിതനും വളരെയധികം ദാഹിക്കുകയാണ് അദ്ദേഹത്തിന്. അങ്ങനെ ശാന്തനായി ഇനി നായാട്ട് നിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ദാഹജലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് അരുവികളൊന്നും കാണാനില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മുനിശ്രേഷ്ഠൻ ധ്യാനത്തിലിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മുനിശ്രേഷ്ഠൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം ശമീകൻ എന്നൊരു മുനിയായിരുന്നു. അദ്ദേഹം അന്ന് മൗനവ്രതത്തിലായിരുന്നു. അതൊന്നും രാജാവിനും അറിയില്ലല്ലോ. അങ്ങനെ പോയിട്ട് മുനിയോട് ചോദിക്കുകയാണ്, ദാഹജലം എവിടെയാണ് കിട്ടുക? വെള്ളം വേണം, വല്ലാതെ ദാഹിക്കുന്നു. എന്തു ചോദിച്ചിട്ടും മുനി ഒന്നും മിണ്ടുന്നില്ല. ഇത് കണ്ട് കുറച്ച് ദേഷ്യം വന്നു. നമുക്കൊക്കെ വിശപ്പും ദാഹവും ഒക്കെ തുടങ്ങിയാൽ ദേഷ്യം വരും പെട്ടെന്നല്ലേ? അതുപോലെ തന്നെ പരീക്ഷത്തിനും ദേഷ്യം വന്നു. പോരാത്തതിന് ഹസ്തിനപുരത്തിലെ ചക്രവർത്തിയാണ് എന്നുള്ളൊരു ഭാവവും, ഞാനെന്ന ഭാവം, എന്നെ ഇങ്ങനെ എന്താ ഗൗനിക്കാതിരിക്കുന്നത്, ഞാൻ ചോദിച്ചിട്ട് എന്താ ഉത്തരം പറയാത്തത് എന്നൊക്കെ ഉള്ളൊരു വിചാരമായി. അങ്ങനെ നോക്കി തിരിച്ചു പോകാൻ ഒരുമ്പെടുകയാണ്. ആ പോകുമ്പോൾ വഴിയിൽ ഒരു പാമ്പ് ചത്ത് കിടക്കുന്നത് കണ്ടു. വേഗം അപ്പം മനസ്സിലൊരു ചീത്തത്തം തോന്നുകയാണ്. വേഗം ആ വില്ലുകൊണ്ട് പാമ്പിനെ ഇങ്ങോട്ട് തോണ്ടിയെടുത്തിട്ട് അത് ശമീക മുനിയുടെ കഴുത്തിലങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ചെറുതായി പരിഹസിച്ചിട്ടൊന്ന് ചിരിക്കുകയും ചെയ്തു. അപ്പോഴത്തെ മാനസികാവസ്ഥ. എന്നിട്ട് അങ്ങോട്ട് പോയി രാജാവ്. അങ്ങനെ ശമീക മഹർഷിക്ക് ഒരു പുത്രൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ശൃംഗി. അദ്ദേഹം അടുത്ത് തന്നെ കൂട്ടുകാരോടൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു കൂട്ടുകാരൻ പറഞ്ഞു, താങ്കളുടെ പിതാവ് ശിവഭഗവാനെ പോലെ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടിട്ട് വലിയ ധ്യാനത്തിലിരിക്കുന്നുണ്ട് എന്ന് കളിയാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഇത് കേട്ടതോടെ ശൃംഗിക്ക് വിഷമവും ദേഷ്യവും വന്നു. അപ്പം തന്നെ ആരാണ് എൻ്റെ പിതാവിനോട് ഈ കൊടും ക്രൂരത ചെയ്തത്? ആരാണെങ്കിലും അവർ 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ, നാഗരാജാവായ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. പെട്ടെന്ന് ശമീക മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടിയിൽ ഈ ശാപം മനസ്സിലാക്കി. അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി. എന്താ വെച്ചാൽ പരീക്ഷിത് രാജാവ് ധർമ്മിഷ്ഠനും പരമഭക്തനുമായിരുന്നു. അദ്ദേഹത്തിന് ഈ ഗതി വന്നുവല്ലോ. അദ്ദേഹത്തിന്
ആ സമയത്ത് വിശപ്പും ദാഹവും താങ്ങാതെ വന്നപ്പോൾ എന്തോ ഒരു അബദ്ധം പറ്റിയതാണ്, ഇങ്ങനെയൊരു ശാപം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നുവല്ലോ എന്ന് ശമീക മഹർഷിക്ക് ദുഃഖം തോന്നി. അദ്ദേഹം തൻ്റെ ഒരു ശിഷ്യനെ പറഞ്ഞയക്കുകയാണ്, ദൂതനായിട്ട് പരീക്ഷിത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, തൻ്റെ മകൻ ശപിച്ചിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയണം. അത് കേട്ട പാടെ പരീക്ഷിത് രാജാവിന് വല്ലാത്ത പേടിയായി. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്, അങ്ങനെ വെപ്രാളപ്പെടുകയാണ്. പ്രജകൾക്കും വല്ലാത്ത വിഷമായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ധർമ്മിഷ്ഠനായ രാജാവാണ്. രാജാവിന് ഇങ്ങനെ ഒരു ഗതി വന്നുവല്ലോ, എല്ലാവരും എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഉടൻ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടത്താൻ തുടങ്ങി. വേഗം ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതിനായിട്ട് ഒരു ഒറ്റത്തൂൺ പണി കഴിപ്പിച്ചു. അതിൻ്റെ മുകളിൽ ഒരു സത്രം, അതായത് കുറച്ച് മുറികളൊക്കെ ഉള്ളത്. അവിടെ രാജാവും മുനിമാരും അതുപോലെ വൈദ്യന്മാരും മാത്രമേ ഉള്ളൂ. എല്ലാവിടെയും അടച്ചിട്ടുണ്ട് മുറികളൊക്കെ, ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പഴുതില്ല. അങ്ങനെ ആക്കി വെച്ചു. എന്നിട്ട് ഈ തൂണിൻ്റെ താഴത്ത്, വലിയ തൂണാണേ, ആ തൂണിൻ്റെ താഴത്ത് പരിചാരകർ അതുപോലെ കാവൽക്കാർ നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ മുകളിലേക്ക് കടത്തിവിടുള്ളൂ. അത്രയ്ക്ക് സുരക്ഷ ശക്തമാണ്. അങ്ങനെ ആക്കി വെക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പരീക്ഷത്തിന് ഒരു മോഹം. പരീക്ഷിത്ത് വിശ്വസിച്ചിരുന്നു, മുനികുമാരൻ്റെ ശാപം സത്യമായി വരും, അപ്പോൾ എനിക്ക് 7 ദിവസമേ ഉള്ളൂ എന്നൊരു തോന്നൽ പരീക്ഷത്തിനുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷിത്ത് പറയും, എനിക്ക് ഈ 7 ദിവസത്തിനുള്ളിൽ ഭഗവാന്റെ കഥകൾ എല്ലാം എന്തൊക്കെയാണുള്ളത് വെച്ചാൽ എനിക്ക് എല്ലാം സത്യങ്ങളും അറിയണം, എനിക്ക് കഥകൾ മുഴുവനായിട്ടും കേൾക്കണം എന്നൊരാഗ്രഹം. ഉടനെ ശുഗമുനി ഉണ്ടായിരുന്നു. ശുഗമുനി അങ്ങനെ കഥ പറഞ്ഞു. 7 ദിവസം കൊണ്ട് ധാരാളം ഭഗവാന്റെ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ മുനികുമാരൻ്റെ ശാപത്തെ ശുഗമുനി ഒരു ഭാഗ്യമാക്കി മാറ്റുകയാണ്. ഭഗവാന്റെ കഥകൾ പറയാനും കേൾക്കാനുമുള്ള ഭാഗ്യമാക്കിയിട്ട് മാറ്റുകയാണ്. അങ്ങനെ 7 ദിവസം പരീക്ഷിത്ത് ഈ കഥകൾ കേട്ട് 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 മനസ്സ് ശാന്തമായി. ഒരു ഭയവും ഇല്ല. അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലെ പേടിയും ഭയവും ഒക്കെ മാറുകയാണ് അല്ലേ. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ശരിക്കും മനസ്സിലാക്കി ആ പരീക്ഷിത് രാജാവ് സ്വസ്ഥമായിരുന്നു, അതായത് ശാന്തനായിരുന്നു. അങ്ങനെയാണ് 7ാമത്തെ ദിവസം ആവുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ്. അപ്പോഴാണ് നമ്മുടെ തക്ഷകൻ വരികയാണ്. രാജാവിനെ കടിക്കണമല്ലേ, ശാപമുണ്ടല്ലോ. വരുമ്പോൾ ഒരു ബ്രാഹ്മണ വേഷത്തിലാണ് തക്ഷകൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സുരക്ഷാ ചിട്ടകളൊക്കെ കണ്ടപ്പോൾ ആകെ അമ്പരന്നു. എങ്ങനെയാണ് ഉള്ളിലേക്ക് കടക്കുക? അപ്പോൾ തൻ്റെ സഹോദര നാഗങ്ങളെ സഹായത്തിന് വിളിച്ചു. അപ്പോൾ അവിടുന്ന് അവർക്ക് മനസ്സിലായി ബ്രാഹ്മണർ കൊടുക്കുന്ന കാഴ്ചവസ്തുക്കൾ രാജാവിന് കൊടുക്കുന്നുണ്ട് എന്ന്. അതിനാൽ ഈ സഹോദര നാഗങ്ങളൊക്കെ ബ്രാഹ്മണ വേഷത്തിൽ പഴങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരികയാണ്. അതിലൊരു പഴത്തിൽ തക്ഷകൻ പുഴുരൂപേണ കയറിയിരുന്നു. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് പരിചാരകന്മാരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവർ വിശദമായിട്ട് പരിശോധിച്ചു, ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചിട്ട് അത് രാജാവിന് നൽകുകയും ചെയ്തു. രാജാവ് അതിൽ ഏറ്റവും വലിയ പഴം നോക്കി എടുത്ത് ഭക്ഷിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ പുഴുരൂപേണ ഇരുന്ന തക്ഷകൻ പുറത്തു വരികയും രാജാവിനെ കടിക്കുകയും ചെയ്തു. പക്ഷേ രാജാവിന് യാതൊരു പരിഭ്രമോ ഭയമോ ഒന്നുമില്ല. എന്താ വെച്ചാൽ സർവം ബ്രഹ്മമയം എന്ന സത്യത്തെ രാജാവ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ശാന്തനായിട്ടായിരുന്നു അതിന് നിന്നു കൊടുക്കുകയാണ് രാജാവ്. അങ്ങനെ രാജാവ് പരീക്ഷിത് ഭഗവാനിൽ ഭഗവത് പാദത്തിൽ ലയിക്കുകയാണ്. അതാണ് പരീക്ഷിത് രാജാവിൻ്റെ കഥ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കഥകൾ മനസ്സിലായില്ലേ? ഇതാണ് സപ്താഹവും. ആ 7 ദിവസം കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കുന്നതാണ് സപ്താഹം എന്ന് പറഞ്ഞു. ഇവ തമ്മിലുള്ള ബന്ധം അന്ന് മുതലാണത്രേ ഈ സപ്താഹം 7 ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇന്നും അമ്പലങ്ങളിലും മറ്റും നടന്നു വരുന്നു ഭാഗവത കഥകൾ. എത്ര കേട്ടാലും നമുക്കത് മതി വരില്ല. ഇനി ഭഗവത് കഥകൾ നമ്മൾ കേട്ടാൽ മനസ്സിലെ സർവ്വമാലിന്യങ്ങളും മാറും. പേടിയും ഒന്നുമില്ല. നമ്മൾ ഭഗവാനിലങ്ങോട്ട്
മുഴുകാണ് അത് കേട്ട്. അപ്പോൾ ആരാണോ ഭഗവത് കഥകൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ചെയ്യുന്നത്, അവരുടെ കൂടെ ഒരു പശുക്കിടാവിനെ തേടി എത്തുന്നത് പോലെ ഭഗവാൻ അവിടെ എത്തും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കഥകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു കഥയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.